നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അയ്യോ കൈലാസം വീട്ടിലെ മഹാത്മാക്കൾ എല്ലാരും ഉണ്ടല്ലോ. എല്ലാരും കൂടി എന്നെ ചതിച്ചൊരു വഴിക്കാക്കിയില്ലേ. ഞാൻ ഇത്രയും നാൾ ഈ വീട്ടിൽ കയറിറങ്ങി നടന്നത് എന്തിനായിരുന്നു? നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ വെച്ചൊരു വിവാഹ നാടകം നടത്തേണ്ട ആവശ്യം എന്തായിരുന്നു? ആരും മനഃപൂർവ്വം നകുലിനെ ചതിച്ചതല്ല. അല്ലാന്ന് വെറുതെ പറഞ്ഞ അല്ലാതാവില്ലല്ലോ. വിളിച്ചു വരുത്തിയ ആൾക്കാരുടെ മുന്നിൽ അപമാനിതനായി തലകുനിച്ചു നിന്നത് ഞാനല്ലേ? നകുൽ, അതിന് ഞങ്ങൾ ആരും ഉത്തരവാദികളല്ല. മഹി അത് അവന്റെ ഇഷ്ടപ്രകാരം ചെയ്ത കാര്യമാണ്. അവൻ പെട്ടെന്ന് അങ്ങനെ ചെയ്തതുകൊണ്ട് ആർക്കും അത് തടയാൻ സാധിച്ചില്ല. അതില് നകുലിന് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ വിഷമമുണ്ട്. നിങ്ങളുടെ വിഷമം നിങ്ങൾ സഹിക്കും, കുറച്ചു കഴിയുമ്പോൾ മറക്കും. പക്ഷേ എനിക്കതിന് സാധിക്കില്ല. ദേ നോക്ക്, എന്തിന്റെ പേരിലായാലും ഇവിടെ വന്നിങ്ങനെ ബഹളം വെക്കാൻ പറ്റില്ല. അതെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നിങ്ങൾ ഇവിടെ വന്ന് ബഹളം വെച്ചിട്ട് എന്താ കാര്യം? കാര്യമുണ്ട്. ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച് അത് ഉറപ്പിച്ച് മോതിരം അണിയിച്ചിട്ടുണ്ടെങ്കിൽ അവൾ എന്റെ ഭാര്യയായിരിക്കണം. അല്ലാതെ മിനിറ്റിന് ആളെ മാറ്റി മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ എനിക്ക് സാധിക്കില്ല. നകുൽ അവിടെ തകർക്കാണെന്ന് തോന്നല്ലോ. എനിക്കൊന്നും അങ്ങോട്ട് എഴുന്നേറ്റ് പോകാൻ പോലും പറ്റുന്നില്ലല്ലോ. നിനക്ക് പോയെന്ന് നോക്കിക്കൂടായിരുന്നു ശ്രേയെ? ഇപ്പൊ അവിടേക്ക് പോവാതിരിക്കുന്നതാ നല്ലത്. അതെന്താ? ഈ മുത്തശ്ശി എല്ലാവരുടെ മുന്നിൽ ഇപ്പൊ നിശബ്ദമായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. ഈ മുത്തശ്ശി പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ വിഡ്ഢിവേഷം കിട്ടിയത്. എന്റെ സ്ഥാനം എന്താവൂന്ന് ഇവര് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ വഴി നോക്കി പോവായിരുന്നല്ലോ. സംഭവിച്ചതൊന്നും എന്റെ തെറ്റല്ല നകുൽ. ആരൊക്കെ കൈയൊഴിഞ്ഞാലും ഞാൻ സഹിക്കും. പക്ഷെ മുത്തശ്ശി അങ്ങനെ പറയാൻ പാടില്ല. എന്താ അവിടെ പ്രശ്നം? വന്നല്ലോ. ആ നകുൽ ഒരു ഒറ്റ ബുദ്ധിയാ. അയാൾ എന്തൊക്കെ വിളിച്ചു പറയുന്ന ഒരു ഊഹവും. അവിടെ മഹിയേട്ടനടക്കം എല്ലാരും ഉണ്ട്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്റെ പേര് വല്ലതും വിളിച്ചു പറഞ്ഞാ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നിന്റെ പേര് വിളിച്ചു പറഞ്ഞാ നീ അതങ്ങ് നിഷേധിച്ചേക്കണം. വെറുതെ നിഷേധിച്ചുകൊണ്ട് കാര്യമുണ്ടോ? അവൻ തെളിവ് സഹിതമായിരിക്കും എല്ലാം വിളിച്ചു പറയുന്നത്. അയ്യോ, അങ്ങനെയാണെങ്കിൽ നീ പോണ്ട. എന്നാലും എങ്ങനെയാ മോളെ അവന്റെ കയ്യിൽ തെളിവുകൾ വരുന്നേ? ഞാൻ അവനോട് ഫോണിൽ സംസാരിച്ച റെക്കോർഡിംഗ്സ് ഒക്കെ ഉണ്ടാവില്ലേ? ഈശ്വരാ, വേറെ എന്തൊക്കെ തെളിവുകൾ അവൻ നമുക്കെതിരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം? കഴിഞ്ഞത് കഴിഞ്ഞു. മഹിയൊരു തോന്നലിന് ഇങ്ങനൊരു തോന്നിവാസം ചെയ്തു. ഗംഗയുടെ കഴുത്തിൽ താലി കെട്ടി. ഞാനത് ക്ഷമിക്കാൻ തയ്യാറാ. നീ അത് ക്ഷമിച്ചെങ്കിൽ ഇപ്പൊ ഇവിടെ വന്ന് ബഹളം വെക്കേണ്ട കാര്യം എന്താ? എല്ലാം മണ്ഡപത്തിൽ വെച്ച് പറഞ്ഞു ചേർത്ത കാര്യമല്ലേ? നീ ഇപ്പൊ തന്നെ ഇവിടുന്ന് വെക്കണം. അങ്ങനെ പോകാൻ വന്നതല്ല ഞാൻ. ഗംഗ എനിക്ക് വേണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.